ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് വരാം. അവസരം കിട്ടാതെ തിക്കുവടക്ക് നടക്കുന്ന കഴിവുള്ള തെണ്ടികൾ എവിടാ? പ്ലീസ് ഇപ്പൊ വിളിക്കാം. ഒരുപാട് കഴിവുള്ള ആൾക്കാർ നമുക്കിടയിലുണ്ട് അല്ലേ? നമ്മൾ അവരെ പലപ്പോഴും തിരിച്ചറിയുന്നത് അവരുടെ മരണശേഷം അവരെ ആദരിക്കുന്ന ചടങ്ങിലാണ്. ഓ, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ എന്ന് പോലും പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സമൂഹം ഇത്രയും സോഷ്യൽ മീഡിയയും ഇത്രയും ഡെവലപ്പായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്തും കഴിവുള്ള ആൾക്കാർ, കലാകാരന്മാർ എന്തുകൊണ്ട് വളർന്നു വരുന്നില്ല അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ 2 കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇനി തിരുത്താൻ പോകുന്നതും ആ 2 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു കാര്യത്തിനെ ഫോളോ ചെയ്യാൻ സാധിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂറ്റി എന്നോണം അടുത്ത വീഡിയോ ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരിക. പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കപ്പെടുക. ഇതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഈ ഒരു കരിയറിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പെർഫെക്ഷനിസമാണ്. പെർഫെക്ഷനിസം എന്ന് പറയുന്നത് അത് ശരിയായിട്ട് ഇത് ചെയ്യാം എന്ന ഒരു വിചാരമാണ്. അപ്പോൾ അതും പെർഫെക്ഷനിസം വേണ്ട എന്നല്ല പറയുന്നത്, വേണം, ഓക്കെ. പക്ഷേ പെർഫെക്ഷനിസം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരിക്കരുത്. ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇനി വരുന്ന ഒരാഴ്ച ഞങ്ങളൊരു പുതിയ സീരീസുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ് സോഷ്യൽ മീഡിയയിൽ. ഇനി വരുന്ന ഒരാഴ്ച നമ്മളതിൻ്റെ പണിപ്പുരയിലാണ്. അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് പുതിയൊരു സീരീസുമായിട്ട് ഞങ്ങളെ കാണാൻ സാധിക്കും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.